Hello, cricket lovers. Welcome back to yet another T20 double innings match. This is match between VBCC and KCC 11. We have with me the captain of VBCC 11, Vijesh Babu, and Abhi, the captain of KCC 11. And we have the toss right now. Vijesh will spin the coin. Here's the call, and it's tails. And Vijesh Babu won the toss, and he want to bat. And എന്താണ് ഈ ഒരു പിച്ചിലെ ടോട്ടൽ എന്ന് പറയുന്നത്? ബോളിംഗ് പിച്ചാണ്, അതുകൊണ്ട് ബാറ്റിംഗ് എടുക്കുന്നതാണ് ബെറ്റർ ഫസ്റ്റ് ഇന്നിങ്സ്. ഓക്കെ, എത്രത്തോളം ഒരു ടോട്ടലാണ് ഇപ്പോൾ ഒരു മാക്സിമം 120 150 ആണ് ടോട്ടൽ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു വിജീഷ് ബാബു. ആൻഡ് നെക്സ്റ്റ് വിത്ത് മീ എബി. ആൻഡ് ടോസ് ലോസ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ഒരു ടോട്ടൽ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ മാക്സിമം സ്കോർ കുറച്ച് പിടിക്കാനാണ് നോക്കുന്നത്. നോക്കാം. Okay. Thank you, Abhi. Thank you, Vijesh. And this is from the toss. So, welcome everyone to a T20 double innings match between VBCC and KCC 11. So, toss win ചെയ്ത VBCC ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയാണ്. സോ KCC 11 ഫീൽഡ് സെറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഈ മത്സരം നടക്കുന്നത് സെൻറ് ആൻഡ്രൂസ് തുമ്പ ഗ്രൗണ്ടിൽ നിന്നാണ്. ദിസ് ഈസ് അനന്തപുരി സ്പോർട്സ് ലൈവ്. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദ വീഡിയോ. So we will come back after a short break. So the openers for VBCC 11, Suraj and Deebu. So രണ്ടുപേരും ക്രീസിലേക്ക് നടന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. So once again, welcome back. The match between VBCC and KCC 11. ഇതെന്ത് പിടിക്കണോ? എവിടെയെങ്കിലും എനിക്ക് പിടിക്കണോ? വെറുതെ പറഞ്ഞാൽ മതി. ആദ്യത്തെ ബോൾ വൈഡ് പോയേക്കുകയാണ്.
വൈഡല്ലേ? വൈഡായിരുന്നു. വൈഡ് വിളിച്ചില്ലേ? വൈഡല്ല? ഇല്ലല്ല, അത് വൈഡല്ല. സെക്കൻഡ് ബോൾ, അതൊരു ഫുൾ ടോസ് ആണ്. ഫീൽഡർ എടുത്തിരിക്കുകയാണ്. Arun going for the third ball. It's a wide. Dibu ആയിരുന്നു സ്ട്രൈക്ക്. Third ball Re. Third ball Re. It's a good ball. ഫീൽഡ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ്സ് എ ഡോട്ട് ബോൾ. അടുത്ത 5ാമത്തെ ബോൾ എറിയുകയാണ്. ഫസ്റ്റ് ഓവർ. ബാക്കിലൊരു റൺ. എന്തെങ്കിലും പറഞ്ഞ കമന്റ് ചെയ്തു. വളരെ മനോഹരമായ ഒരു ബോൾ. What a beautiful ball. So after 1 over, it's 3 for no loss. BBCC. It's a good start by KCC. ബോളറിനെ Okay, ബോൾ ചെയ്യാനെത്തുന്നു ജിബി. റൈറ്റ് ആമല്ലേ? വളരെ മനോഹരമായ ഒരു ബോൾ. ജിബിയുടെ നല്ലൊരു ബോൾ. റീപ്ലേ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, ബാറ്റ് എടുക്കാൻ വേണ്ടി റീപ്ലേ പരിപാടി ഇല്ലേ? ചടങ്ങാണ്. അതൊരു വൈറ്റ് ബോൾ ആയിരുന്നു. വീണ്ടും നല്ലൊരു ബോൾ. ഇതൊരു വൈറ്റ് ബോളാണ്.
അതൊരു ഫുൾ ടോസ് ആയിരുന്നു. So it seems like it's a boundary. It's a first boundary for VBCC. So it's a good shot by Suraj. And the score is after 1.3 overs, it's 9 for no loss, VBCC. വളരെ മനോഹരമായ ഒരു ബോൾ, ബട്ട് ഇറ്റ്സ് എ വൈഡ്. It's a good shot by Suraj. അതൊരു സിംഗിളിൽ കലാശിച്ചിരിക്കുന്നു. So Deepu on strike. It's a good shot by Deepu. And it's a boundary, and it's the second boundary of this over. It's a nice pull shot by Deepu. It's a good shot by And the score is after 1.5 overs, 15 for no loss. And it's a boundary. It's the last ball of this over. Oh, it's a wide. സൂരജ് സ്റ്റമ്പിന് അടുത്തോട്ടും ക്ലോസ് ആയിട്ട് സ്റ്റമ്പിന് നീ It's a full toss and well hit by Deepu, and it's a no ball. So it's a good running between the wickets by Deepu and Suraj. And well hit by Deepu. ഒരു ഫ്രീ ഹിറ്റ് ആണ്. It's a good shot by Deepu. And it's a boundary, and this is third boundary of this over. It's a very good over for VBCC, and the score is after 2 overs. It's 23 for no loss. boundary, and this is third boundary of this over. It's a quite brilliant start by VBCC. 2:23 ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്കോർ ഉണ്ട് കേട്ടോ. ഗുഡ് ഗോയിങ്. അരുണല്ലേ ബോളർ? ഈസി കളിച്ചാ ഈസി. So Arun തിരിച്ച് ബോൾ ചെയ്യാൻ എത്തിയിരിക്കുന്നു. It's a third over. It's a nice ball. Second, a good ball by Arun. So it's the first bounce called by the umpire. തുടങ്ങുന്നുണ്ടല്ലോ, ബാറ്ററിയും കൂടെ കാണിക്കണം കേട്ടോ. ബോളർ മാത്രമായിരുന്നു ഫുള്ള് തരണം. It was a full toss and it's a boundary. Good shot by Suraj. ഇങ്ങനെയാണോ? It was a full toss and So the score is 27 without loss after 2.3 overs.
Oh, it's a nice ball. It's a very good ball. Good comeback by Arun. Okay, again a good ball by Arun. ലാസ്റ്റ് ബോള് Suraj ഓഫിൽ കളിക്കാൻ ശ്രമിച്ചു, but he failed completely. സ്കഫോൾഡിംഗ് എന്താ സെറ്റാക്കാൻ സ്കഫോൾഡിംഗ് സെറ്റാക്കാന്ന് പറഞ്ഞല്ലോ. It's a good ball again. It's a pretty good ball. ഓവർ So apart from that boundary, it's a very good over by Arun. So the score is after 3 overs, 27 without loss. BCC. Cross out the ones who heard my cries and watched me weep. I love everything. Fire spreading all around my room. My world's so bright, it's hard to breathe, but that's alright. Hush. സോ നാലാമത്തെ ഓവർ അറിയാനായിട്ട് വരുന്നു ഷിനോയ്. ദീപാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. വൈഡ് ഡൗൺ, ഇൻഫാക്ട് വൈഡ് ഡൗൺ ദ ലെഗ് സൈഡ് ആൻഡ് ഒരു ബൈ റൺ കൂടെ ഓടിയെടുക്കുന്നു. ഗുഡ് റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സ് ബൈ സൂരജ് ആൻഡ് ദീപു. ദിസ് ഇസ് എ ബ്രില്യൻറ്റ് സ്റ്റാർട്ട് ബൈ VBCC. They scored 29 from 3 overs so far. Brilliant delivery. ഒരു ഡോട്ട് ബോൾ എറിഞ്ഞിരിക്കുന്നു ഷിനോയ്. സൂരജ് ആൻഡ് ദീപു ആണ് ഓപ്പൺ ചെയ്യുന്നത് VBCCക്ക് വേണ്ടിയിട്ട്. ഓൾറെഡി ദേ പുട്ട് അപ്പ് എ പാർട്ണർഷിപ്പ് ഓഫ് 29 ഫ്രം 3 overs. ബ്രില്യൻറ്റ് ഡെലിവറി. ഡോട്ട് ബോൾ. പ്രീവിയസ്ലി ഈ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടിയപ്പോൾ KCC11 ആയിരുന്നു അന്ന് വിൻ ചെയ്തത്. We have with me Shinsha in the commentary box. Welcome, Shinsha. താങ്ക് യു ഷിഖു. ഒരു ഓവർ സമാപിച്ചിരിക്കുകയാണ്. ഇറ്റ്സ് 3.3. ഓ നോ, സമാപിച്ചില്ല, സോറി. ഇറ്റ്സ് ഓൺ 3.3 ഓവേഴ്സ്. നാലാമത്തെ ബോൾ എറിയുകയാണ്. It's going to the boundary, but fielder is there. Yeah, he's collected the ball and returning to the bowler. Now Dibu is on strike. So now the score is 30. Shinoy is bowling his fourth ball. It's a slow bowler and it's collected in the mid wicket. It's a good ball. It's a good slow ball. He is bowling around the wicket. It's going for the fifth ball. Yeah, the bowler has collected that, so it's an out. Caught. Now the batting side has lost the first wicket. The opener Dipu has coming back to the bowling.
Now Rakesh is going to the crease. Good batting, Tibu. Shunai has given a good strike. Now Dandu is the bowler. It's a good speedo. So he's coming to bowl his first over the wicket. Suraj is batting. It's a slow ball. Fielder is returning the ball to the keeper. It's a single. അല്ല തിട്ട ഓടിയെടുക്കണം ഓടിയെടുക്കാം അല്ല 1-2 ഓടിയെടുക്കാം. So after 4.1, it's 31 for 1. ഷിൻഷ, ഈ ഒരു മുന്നേറ്റം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒരു എത്ര സ്കോറാണ് എടുക്കാൻ സാധ്യതയുള്ളത്? ഒരു ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ചിട്ട് ഏകദേശം ഒരു 150 റൺസിൻ്റെ ഒരു സ്കോർ നമുക്ക് പ്രതീക്ഷിക്കാം BCCയുടെ സൈഡിൽ നിന്ന്. ഉറപ്പായിട്ടും വിജീഷ് ബാബു ഓൾസോ പറഞ്ഞത് ഒരു 150 ആണ് ഫസ്റ്റ് ഇന്നിംഗ്സ്. Catches dropped. രാകേഷ് ഒരു ക്യാച്ചിനൊരു ചാൻസ് ആയിരുന്നു, മിസ്സാക്കിയിരിക്കുന്നു. ഓഫ് സൈഡ് ലെഫ്റ്റ് ഫീൽഡർ. catches dropped, but Rakesh in his hands. Now Suraj is on bat, so he left the ball. ബ്രില്യൻ്റ് ഡെലിവറി അല്ലേ? Yeah, it's very little. സോ അധികം റണ്ണപ്പ് ഒന്നും ഇല്ലാത്തൊരു ബോളറാണ്, എന്നാലും അത്യാവശ്യം പേസോട് കൂടിയാണ്. നല്ല ബോളിംഗ് ആണ്. നന്ദുവിൻ്റെ ബോളിംഗ് വളരെ നല്ല ബോളിംഗ് ആണ്. റണ്ണപ്പ് കുറവാണെങ്കിലും ബോളിന് നല്ല ഫാസ്റ്റ് ഉണ്ട്, മൂവ്മെൻ്റ് ഉണ്ട്. Absolutely. Again, brilliant delivery. Brilliant delivery, and he is a left-hand bowler. So obviously there will be a result. സോ പവർ പ്ലേ കഴിഞ്ഞിട്ടില്ല. പവർ പ്ലേക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു ഓവർ കൂടി ബാലൻസ് ഉണ്ട്. അപ്പോൾ പവർ പ്ലേയിലൊരു ഭേദപ്പെട്ട സ്കോർ തന്നെ നേടിയിട്ടുണ്ടല്ലേ? വളരെ മികച്ച ഒരു ഷോട്ട്സ് ഒന്നും പോയിട്ടില്ലെങ്കിലും ഒരു 4-5 ഷോട്ട്സ് ചെയ്തിട്ടുണ്ട്. വളരെ മികച്ചതായിരുന്നു ദിബുവിൻ്റെ സൈഡിൽ നിന്നും സൂരജിൻ്റെ സൈഡിൽ നിന്നും. Absolutely. After 5, it's 32 for 1. ഏകദേശം ഇനി അടുത്ത ഒരു പവർ പ്ലേയിൽ ഒരു 10 റൺസും കൂടെ പ്രതീക്ഷിക്കുന്നു. ഒരു 42 ആയിരിക്കും പവർ പ്ലേയിൽ BCCക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നത്. രാകേഷാണ് ഇപ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്നത്. ന്യൂ ബോളർ ഇറ്റ്സ് ഷിനോ അഗെയിൻ. ഷിനോയ് തൻ്റെ സെക്കൻഡ് ഓവറാണ് എറിയുന്നത്. നേരത്തെ ഓവറിലൊരു വിക്കറ്റ് എടുത്തിരുന്നു. സ്ലോ ബോൾ. പവർ പ്ലേ തന്നെ ഒരുപാട് കട്ടേഴ്സ് ട്രൈ ചെയ്യുന്നുണ്ടല്ലേ ബോളേഴ്സ്? അതെ അതെ, ഷിനോയ് ഇപ്പം സൈഡ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഓവർ ദ വിക്കറ്റ് അറൗണ്ട് വിക്കറ്റ് ആയിരുന്നു നേരത്തെ എറിഞ്ഞിരുന്നത്. ഈസ് ട്രൈയിങ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്. നല്ലൊരു സ്ലോ ബോളർ. സ്ലോ ബോൾ ആണെങ്കിലും ബാറ്റ്സ്മാൻ അതിനെ സ്ട്രൈക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പ്രോബബ്ലി ഒരു എഡ്ജ് എടുക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാവാം. അതുമല്ല നേരത്തെ ഒരു ചാൻസ് കൊടുത്തതിൻ്റെ ഒരു എക്സ്ട്രാ പ്രഷർ ആഡ് ചെയ്തിട്ടുണ്ട്, രാകേഷിനെ ആഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു സ്ലോ ബോൾ ആയിരിക്കും. അല്ല, മനോഹരമായ ഒരു യോർക്കർ ബോളായിരുന്നു. ഒരു ലെഗ് ലാൻസിലൂടെ ഒരു 4 റൺസൂടെ സ്കോർ ബോർഡിൽ കൂട്ടിച്ചേർക്കുന്നു. So we have also with me
അജിത്ത് എന്ത് തോന്നുന്നു ഈ ഒരു പവർ പ്ലേയുടെ ഒരു മുന്നേറ്റം കണ്ടിട്ട്? ആദ്യത്തെ 3 ഓവേഴ്സ് നമ്മുടെ VBCC ഫേവറബിൾ ആയിരുന്നു. നല്ല റൺസ് വന്നു ആദ്യത്തെ 3 ഓവർ. അതിനുശേഷം അവർ ദ ബോളേഴ്സ് കെയിം ബാക്ക് വെരി വെൽ and they took 1 wicket as well in the 4th over. And now they are restricting the batsmen. So ഈസി റൺസ് ഒന്നും വരുന്നില്ല. അവസാനത്തെ ഒരു 3 ഓവേഴ്സ് നല്ല തിരിച്ചുവരവാണ് KCC നടത്തിയിരിക്കുന്നത്. ബ്രില്യൻ. പ്രീവിയസ് ഡെലിവറി വളരെ മികച്ച രീതിയിൽ തന്നെ എറിഞ്ഞു. ഷിനോയ് ഒരുപാട് സ്ലോ ബോൾസ് ട്രൈ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഹീസ് ട്രൈയിങ് ലോട്ട് ഓഫ് സ്ലോ ബോൾസ് ആൻഡ് ഹീസ് ഹാവിങ് എ ചാൻസ് ടു വിൻ ഓൺ ദാറ്റ് സ്ട്രാറ്റജി. സോ പവർ പ്ലേ തന്നെ സ്ലോ ഓവറുകളാണ് കൂടുതൽ ട്രൈ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതെ, കാരണം ക്യാച്ചസ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആബ്സല്യൂട്ട്ലി. പവർ പ്ലേയുടെ അവസാനത്തെ ഡെലിവറിയാണ് ഇപ്പോൾ അറിയാൻ പോകുന്നത്. ഇറ്റ്സ് ഷിനോയ് വേഴ്സസ് സൂരജ്. വീണ്ടും ഒരു സ്ലോ ബോൾ, ബട്ട് ഇറ്റ്സ് വൈഡ് ഡൗൺ ദ ലെഗ് സൈഡ്. ഷിനോയ് അതിമനോഹരമായ 2 ഓവേഴ്സാണ് എറിയാൻ പോകുന്നത്. വിക്കറ്റ്. വീണ്ടും അതൊരു വൈഡാണ്, ലെഗ് സൈഡ്. നമ്മുടെ പുറത്തേക്ക് വൈഡ് പോകുന്നു. കപ്പിൾ ഓഫ് എക്സ്ട്രാസ് ഫോർ VBCC 11. ഇനി ഒരു 5 റൺസും കൂടെ വന്നാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് 40 റൺസ് നമുക്ക് പ്രതീക്ഷിക്കാം. പവർ പ്ലേ നോ ചാൻസ്. എൻഡ് ഓഫ് ദ പവർ പ്ലേ. ഇറ്റ്സ് 35 for 1. KCC 11 ആണ് ഇപ്പോൾ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. So far it's a wonderful effort from KCC 11. They restrict VBCC for 35 for 1. So എന്തോന്ന് പവർ പ്ലേ കഴിയുമ്പോൾ? പവർ പ്ലേ ബൗളേഴ്സ് നല്ലവണ്ണം യൂസ് ചെയ്തു. അധികം റൺസ് വിട്ടുകൊടുത്തിട്ടില്ല. ബാറ്റ്സ്മാനും അതുപോലെ തന്നെ വളരെ കെയർഫുള്ളായിട്ടാണ് കളിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് ലോങ് ഇന്നിങ്സ് പോകേണ്ടതുണ്ട്. സേവ് ദ വിക്കറ്റ്സ്. അധികം വിക്കറ്റ്സ് അവർ ലൂസ് ചെയ്യാൻ ചാൻസ് കൊടുത്തിട്ടില്ല. ഈവൻ ദർ വാസ് എ ചാൻസ് ഫോർ ആൻ വിക്കറ്റ്, ബട്ട് ദാറ്റ് ഗോട്ട് ഡ്രോപ്ഡ്. They are trying a lot of slow balls. Absolutely. So they are expecting a result from these slow balls. So that's experience they have. നന്ദുവാണ് അടുത്ത ബോൾ എറിയുന്നത്. നന്ദുവിൻ്റെ പ്രീവിയസ് ഓവർ അതിമനോഹരമായ ഒരു ഓവറായിരുന്നു. ഒരു വിക്കറ്റിനുള്ള ചാൻസ് ഉണ്ടായിരുന്നു, but it got dropped. രാകേഷാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഓവർ ദ വിക്കറ്റ് ആണ്. Yeah, it's a good shot. It's a 6. There is a lot of sounds from the pavilion. People are excited with that shot. Now we have 2 new umpires on ground. One is Dibu and one is Akhil. Now he's going for Nandu is going for his second ball. Yeah, it's a good Yorker. Well played by Rakesh. Third ball. It ball into the wicket, but അതൊരു വിക്കറ്റിൽ കയറിയില്ല. ലെഗിൽ ടച്ച് ചെയ്തു, അത് പുറത്തോട്ട് പോയി. Oh, it's a nice ball. Again, ball battle കൊണ്ടിട്ടില്ല. Nandu is going for his fourth ball. A chance of a run out. No.
It was a good wicket going partnership they are building, but this simple chances they lose it if they don't call it between the batsman, and if they don't communicate each other, then they cannot make runs, and it will end up in another wicket. Nandu is going for his second last ball, and batsman has scored only a single. And that's the end of the over. The last ball he has bowled. Now it's 42, a loss of 1 wicket. Who will be the next bowler? Now Rakesh is on strike. So it's the 7th over. 42 runs on board. Suraj has faced 24 balls and he has scored 12 runs. And Rakesh faced 10 balls and he has scored 9. Now Vishnu around the wicket, come to the bowling. Medium pace, right hand bowler. He left the ball beautifully. Second ball, it's gone. Oh, it's a wicket. Go fielder name. Name. Rakesh scored 10 runs. Jitin is the next batsman who is going to face. It's wide. It's not been used properly. The free hit chance. Second ball no ആണ്. Second ball no, ഒരു wide on. എത്രാമത്തെ ബോളാണ്? 4ാമത്തെ ബോളാണ് എറിഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് എ ഡോട്ട് ബോൾ. അതാ നമ്മുടെ എക്സ്പീരിയൻസ്, തിരുവനന്തപുരത്തിൻ്റെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ജയറാം നമ്മളെ കമൻട്രി ബോക്സിൽ വന്നിരിക്കുകയാണ്. ജയറാം വരൂ, 2 വാക്ക് പറയൂ. ഇതിനെക്കുറിച്ച് 2 വാക്ക് പറയൂ. നിങ്ങളുടെ ഉറ്റമിത്രമാണ്, കുറേ നാളായി നിങ്ങളുമായി കളിക്കുന്നതാണ്. സൂര്യ നല്ല രീതിയിലാണ് പോകുന്നത്, പക്ഷേ കുറച്ച് സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ബോളായി? 5. ഇത് എന്തൊരു പഞ്ഞി പോലെ എന്തൊക്കെ ഉണ്ടായിരുന്നു.
പഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ലാസ്റ്റ് ബോൾ ഓഫ് ദ ഓവർ. ഇതാ ഒരു യോർക്കിന് ശ്രമിച്ചപ്പോഴാണ് ഫുൾ ടോസായി. നോ റൺ. ദാറ്റ് ഇസ് ബോളർ നല്ലോണം ബൗൾ ചെയ്തിരിക്കുകയാണ്. ആണ്. സൂരജ് പ്രഷറിൽ കളിക്കുകയാണ്. ഇത് ഡിഫൻസീവ് മോഡിലാണ്. ഏകദേശം ഒരു 30 ബോളോളം ഫേസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആയി കാണാം. സ്കോർ വരില്ല. ഇവിടെ സ്കോർ ഉണ്ടാവും. ബാറ്റർമാരതുണ്ട്. സൂരജ് 27 ബോൾ 12. ജിതിൻ സ്കോറൊന്നും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. നെക്സ്റ്റ് ബൗളർ ആരാണ്? അടുത്ത വിഷ്ണുവാണ് ബോളർ. വിഷ്ണുവല്ല, പുതിയൊരു എറിഞ്ഞാണ് വിഷ്ണു. രഞ്ജിത്താണോ? അജിത് രഞ്ജിത്ത്. ഒരു പുള്ളി മാത്രം ഒരു ഓവർ അല്ലേ? ഒരാൾ ഒരു ഓവറല്ലേ? നല്ല ക്ലാരിറ്റി. ഇപ്പോൾ കളി തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറായിരിക്കും. അടുത്ത ബൗളർ. നെക്സ്റ്റ് ബൗളർ സിജിത്ത്. ജിതിൻ ഓൺ സ്ട്രൈക്ക്. സ്കോർ 8 ഓവർ 45 2. ജിതിൻ്റെ ഒരു കവർ ഡ്രൈവ്, സിംഗിൾ. ഓഫ് സൈഡിൽ എത്ര ഫീൽഡേഴ്സ് ഉണ്ട്? നോക്കി എത്ര ആണെങ്കിലും കുഴപ്പമില്ല. ലെഗിൽ മാത്രം അതൊരു സെക്കൻഡ് ബോൾ. അതൊരു സ്ലോവർ. ഇറ്റ്സ് എ വൈഡ് ബോൾ. ഞാൻ BCCയുടെ ബോളേഴ്സ് എല്ലാം തന്നെ ഒരുപാട് സ്ലോ ബോൾസ് ട്രൈ ചെയ്യുന്നുണ്ട്. അതെ, എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത്? അത് ബാറ്റ്സ്മാൻമാർക്ക് വളരെ പാടായിരിക്കും അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, വീണ്ടും ഒരു സ്ലോവർ ബോൾ. ഗുഡ് ബോൾ സുജിത്. സൂരജിൻ്റെ ബാറ്റിലൊന്നും കയറുന്നില്ല. ലാസ്റ്റ് ബോൾ നോവാണ്. ഓവർ സ്റ്റെപ്പാണ്. അല്ല, ഫീൽഡേഴ്സ് ആ പുള്ളി വെളിയിരുന്നത്. ഈസ് എ നോ ബോൾ. സർക്കിളിൻ്റെ പുറത്ത് 6 ഫീൽഡേഴ്സ് ആയതിനാൽ അത് നോ ബോൾ ആയിരിക്കുകയാണ്. ഗുഡ് കോൾ ബൈ അമ്പയർ. ഇറ്റ്സ് എ ഫ്രീ ഹിറ്റ്. Yes, at last, Suraj. It's a boundary. So 4 runs. Ball. Suraj has used this ball very well. ഈ ഒരു ഫ്രീ ഹിറ്റ് സൂരജ് യൂസ് ചെയ്തിരിക്കുന്നു. ബൗളർ ഇപ്പം പ്രഷറിലായിരിക്കുകയാണ്. ഇനിയുള്ള 3 ബോളുകൾ ഇല്ല, 2 ബോളായിട്ടുള്ളൂ. ഗുഡ് ബോൾ. ഇറ്റ്സ് എ ഡോട്ട് ബോൾ. ഈ KCC ടീം എവിടെ നിന്നുള്ളവരാണ്? നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകര. വളരെ എക്സ്പീരിയൻസ്ഡ് നെയ്യാറ്റിൻകരയിലെ ആൾക്കാരാണ്. നെയ്യാറ്റിൻകരയിലെ ടോപ്പ് 3 ടീമാണ്. വീണ്ടും ഒരു സ്ലോ ഓവർ. ഇറ്റ്സ് എ നോ ബോൾ. ഓവർ സ്റ്റെപ്പ്. അഗൈൻ ഫ്രീ ഹിറ്റ്. ഒരുപാട് എക്സ്ട്രാസ് വരുന്നുണ്ടല്ലേ? എക്സ്ട്രാസ് വരുന്നു. ഇപ്പോഴത്തേതിൽ എക്സ്ട്രാസ് ആണ് ടോപ്പ് സ്കോർ ആയിരിക്കുന്നത്. ഫ്രീ ഹിറ്റ്. സൂരജ് എങ്ങനെയും അടിച്ചിരിക്കുകയാണ്. ബൗൺസ്. നേരത്തെ അല്ലല്ല, ഫ്രീ ഹിറ്റ് ആയിരുന്നു. ഇത് ബൗൺസ്. ഒരു ഈ ഓവറിൽ ഒരു ബൗൺസർ വിളിച്ചിരിക്കുകയാണ്. ഇനി അടുത്തൊരു ബൗൺസർ എറിഞ്ഞു കഴിഞ്ഞാൽ അത് ബാറ്റ്സ്മാൻമാരായിരിക്കും. അവസാന 2 ബോളുകൾ ജിതൻ.
Oh, what a shot, Jide. Oh, good fielding. നല്ലൊരു ക്വിക്ക് സിംഗിൾ ആയിട്ടുണ്ട്. ലാസ്റ്റ് ബോൾ. ഒമ്പതാമത്തെ over. ലാസ്റ്റ് ബോൾ ഓഫ് ദി ഓവർ. Oh, Against the ball. It's wide. ഈ ഓവറിൽ ഒരുപാട് എക്സ്ട്രാസ് വന്നിരിക്കുകയാണ്. 56. Oh, he's a no Again, no ball. ball. Again no ball. Again overstep. വീണ്ടും ഒരു ഫ്രീ ആയിട്ടുണ്ട്. എന്താണ് ബോളർ ഇത്രയും ഇത്? യുവ ബൗളറാണ്. ബൗളറിന് ഒരു ലൈനപ്പ് കിട്ടുന്നില്ല. പക്ഷെ നല്ല രീതിയിലുള്ള ഹാൻഡ് മൂവ്മെൻ്റ് ഉണ്ട്. ഹാൻഡ് ഫ്ലാറ്റാണ് പോകുന്നത്. വീണ്ടും ഒരു ഫ്രീ ഹിറ്റ്. സൂര്യൻ്റെ സ്ട്രൈക്ക് റേറ്റ് കൂട്ടാൻ വേണ്ടി ഒരു ഫ്രീ ഹിറ്റ്. ഓ, മിസ് ഇറ്റ്. ഇറ്റ്സ് എ ഭയ്യ ബാറ്റാ. ബൈയാണോ? ബാറ്റ് കൊണ്ടോ? ഇറ്റ്സ് എ സിംഗിൾ. അമ്പയർ ബയ്യ ബാറ്റാ. അമ്പയർ ബയ്യല്ലേ? ബയ്യല്ലേ? യൂസ് ചെയ്യാ ജിതിനെ. Again overstep. It's free hit again. Jide on strike. Oh my god. അടിയാടാ ജിതിനെ. 4 ഓവർ. ഫ്രീ ഹിറ്റുകൾ നമ്മളൊന്നും മുതലാക്കിയിട്ടില്ല. അവർ ഒരു ബൗണ്ടറി മാത്രമാണ് അടിച്ചിട്ടുള്ളത്. ജിതിനെ യൂസ് ചെയ്യാ. ഫ്രീ ഹിറ്റുകൾ യൂസ് ചെയ്യാൻ VBCC വളരെ ദയനീയമായാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. ബാറ്റ്സ്മാൻമാർക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ക്യാപ്റ്റൻ ഓൺ പ്രഷർ. 9 ഓവർ 59. ക്യാപ്റ്റൻ പുറത്ത് തലങ്ങും വിലങ്ങും നടക്കുകയാണ്. വിജേഷിനെ പോലുള്ള ഇത്രയും പ്രഗത്ഭരായ ബാറ്റിംഗ് ക്യാപ്റ്റൻസിയിൽ കളിക്കുന്ന കളിക്കാർ എന്തുകൊണ്ട് താഴോട്ട് ഇറങ്ങുന്നു? താഴോട്ടിറങ്ങുന്നു. ഇത് കുറവാണ്. അല്ല, ബാറ്റ്സ്മാൻ ഈ ഫ്രീ ഹിറ്റുകൾ യൂസ് ചെയ്യുന്നില്ല. ശരിക്കും ഇത് വിജേഷ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് കളിക്കാരുടെ. 4 ഫ്രീ ഹിറ്റിൽ ടീമിന് 20 റണ്ണാണ് കുറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ബൗളർ. അതൊരു നല്ല തീരുമാനം. അടുത്ത ബോളർ ആര്? വിഷ്ണുവാ. നെക്സ്റ്റ് ബോളർ വിഷ്ണു, രണ്ടാമത്തെ ഓവർ. ഓ, നല്ലൊരു ബോളാണിത്. 10ാമത്തെ ഓവറല്ലേ? അതെ, 10ാമത്തെ ഓവർ. 60 റൺസ് ആയോ? 59. സൂരജ് കുറച്ചുകൂടെ കളി ഫാസ്റ്റ് ആക്കേണ്ടതാണ്. 50 സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു 20 മാച്ചാണ്. ഒരു 150 സ്ട്രൈക്ക് റേറ്റാണ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓ, അത് നല്ല ഷോട്ടാണ്. ജസ്റ്റ് എ സിംഗിൾ. വിഷ്ണു നല്ല രീതിയിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓ, ഇറ്റ്സ് എ ഫുൾ ടോസ്. ഓ, ഇറ്റ്സ് എ ഡ്രോപ്പ് ചാൻസ്. എ ക്വിക്ക് സിംഗിൾ. അജീഷാണോ അത്? അജീഷ് രണ്ടാമത്തെ ക്യാച്ചാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. അല്ല, രാകേഷിന്റെ ക്യാച്ച് ഡ്രോപ്പ്. സൂരജിന്റെ ഡ്രോപ്പ്. Bad luck bowler. It's a dot ball again. ലാസ്റ്റ് ബോൾ. It's the last ball of the 10th over. 1, 2, 3, 4, 5. It's a short ball. Might go. No. Yeah, and it's Okay. double. It's good run. So now it's the end of the 10th over. The half stage from the first innings.
10 over 63 for 2. ഇനി കളി ചേഞ്ച് ചെയ്യാൻ പറ. Next bowler Ajish. Ten over 63 for 2. ഞാൻ കൊടുത്ത് കളിക്കാം കേട്ടോ. ഇനി അറ്റാക്ക് ചെയ്ത് കളിക്കാം. ബോൾ 3 39 പോയിട്ട്. Oh, down the leg. It's a white ball. White ball. Bowler. Oh, sorry. അല്ലല്ല ball. Sorry. Set out ball. ദാ ഇതില്. Oh, Ajish is bowling so nicely. ചാർജ് തീർന്നിരിക്കുകയാണ്. 2 balls, no run. It's the third ball. Oh, he's beaten. He's bowling so nicely. Dot. Oh, It's bouncer. it's a bouncer. What a ball. അജിത്തിനെ പോലുള്ള ഒരു ബാറ്റ്സ്മാനെ അതൊക്കെ തടുക്കാനും കഴിയും. Last 2 ball of the over. Oh, again it's a short ball. Batters are very slow. Oh, and that's a 2 run. Last ball. Last ball. Ooh, what a ball. It's over. Eleven over 65. ചേട്ടാ 65 ഉള്ളൂ കേട്ടോ. കൊടുത്ത് കളിക്കാൻ പറയും. 11 overs 65. 11 over. 9 ഓവറേ ഉള്ളൂ. 9 over ഒരു 80 പറഞ്ഞു. Yes. Next bowler Nandu. And the bowling is third over. ആ സ്റ്റഡിക്കുന്ന പ്രഷർ ആകത്തുള്ളൂ. സൂരജ് അറ്റാക്ക് മോഡിലോട്ട് ആവേണ്ടതാണ്. അജിത്ത് അമ്പയർ പോയടാ. അജിത്ത് ശിംഷ അമ്പയർ വേണം. ഇത് ക്യാപ്പ് വരും. Suraj on strike. It's a short ball. Oh, just a single. രാകേഷ് 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 അതെ മറ്റേ വലിയ ക്യാപ്പ് ഇല്ലേ? Great delivery. That's taken. Brilliant catch from Nandu. ഒരു റിട്ടേൺ ക്യാച്ചാണ് അവിടെ എടുത്തിരിക്കുന്നത്. ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. So third wicket down for VBCC 11. And it's Jidin who scored 5 from 13 deliveries. He's back to the pavilion. ബാറ്റ്സ്മാൻ മനു. So new batter Manu, number 50. So VBCC 66 for 3 after 11.2. Suresh Shankar 21 from 40. So already 3 വിക്കറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി ഒരു ഇൻഡെപ്ത് ബാറ്റിംഗ് ലൈനപ്പ് VBCCക്ക് ഉണ്ട് ഓൾറെഡി. സോ 9 ഓവറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇത്ര വൈഡ് വേണ്ട. Or pitch delivery.
4 റൺസ് അവിടെ കൂട്ടിച്ചേർക്കുന്നു സ്കോർ ബോർഡിലേക്ക്. എഡ്ജ് ഫുൾ ടോസ് ഡെലിവറി അവിടെ മിസ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് ബൈ സൂരജ് ശങ്കർ. ഔട്ട് സൈഡ് എഡ്ജ് ആയിരുന്നു. ലെഗ് സൈഡിലേക്ക് ഒരു സിംഗിൾ റൺസ് കൂടെ കൂട്ടിച്ചേർക്കുന്നു. ലാസ്റ്റ് ബോൾ. Brilliant delivery. Good length delivery. Outside the off stump. And that's a dot ball. So end of this 12th over. It's 68 for 3. 8 overs left in this innings. So ടോസിൻ്റെ സമയത്ത് വിജീഷ് ബാബു പറഞ്ഞിരുന്നത് 150 ആണ്, 120 to 150 ആണ് ഒരു പ്രിഫേർഡ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 68.3 ആണ് നേടിയിരിക്കുന്നത്, വിച്ച് മീൻസ് ദേ നീഡ് ടു സ്കോർ 80 more runs from 8 overs, which is somehow a tedious task at this point of time. So Suraj Shankar is on strike. He is still batting at 22 from 42 deliveries. He needs to attack at this moment. Okay. Up in the air, another chance and taken. Another wicket down by Suraj Shankar. Fielder name എന്താ ബ്രോ? Fielder name. Next batsman, Chikku. Ajish. Chikku onto the crease. Third ball of the over. It's a wide and by. Single taken. രണ്ട് ബോള്. And again the third ball of the over. It's a great shot. Dropped and the long on. Single taken. Long off loft short ആയിരുന്നു. Long off drop ചെയ്തു. Another good ball. Four balls. 2 more to go. Last ball. വീണ്ടും വളരെ നല്ലൊരു ബോളായിരുന്നു.
റണ്ണാണ് ആവശ്യം. കേട്ടോ, വിക്കറ്റ്സ് ഉണ്ട്, റണ്ണാണ് നമുക്ക് ആവശ്യം. കേട്ടോ അഖിൽ? It's a wicket, bowled. അടുത്ത ബാറ്റ്സ്മാൻ അഖിൽ. ലിജോവിയോ കണ്ടിന്യൂ ചെയ്യുന്നു. 13 ഓവറുകൾക്ക് ശേഷം VBCC 5 വിക്കറ്റ് നഷ്ടത്തിൽ 71 റൺസ്. സ്ട്രൈക്കിൽ മനു. അതെ, ലിജോ ശക്തമായ ഒരു ഫീൽഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാം. സ്ട്രൈക്കിൽ മനു. ഫസ്റ്റ് ബോൾ ഒരു ലോ ഫുൾ ടോസ് ആയിരുന്നു, കണക്റ്റ് ആയില്ല, ഒരു സിംഗിൾ. ന്യൂ ബാറ്റ്സ്മാൻ അഖിൽ ഓൺ സ്ട്രൈക്ക്. വളരെ നല്ലൊരു യോർക്കറായിരുന്നു അത്. നല്ലൊരു ബാറ്റിംഗ് കാഴ്ച. പതിമൂന്ന് 2 ഓവർ 72 5 വിക്കറ്റ് നഷ്ടം. ഇതിൽ 72 റൺസ് നേടിയിരിക്കുന്നു VBCC. നല്ലൊരു ബോൾ. അഖിൽ കണക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കണക്റ്റ് ആവുന്നില്ല. സ്കോർ 72 5. അടുത്തൊരു നല്ല ബോൾ കൂടി. 13 ഓവർ 72 5 റൺ. കമൻട്രി ബോക്സിലേക്ക് ദീപുവട്ടം വന്നിരിക്കുന്നു. ദീപുവട്ടം 2 വാക്ക് പറയേണ്ടതാണ്. 2 വാക്ക്. വാവ്, മനോഹരമായ ഒരു ഷോട്ട്. അതൊരു ബൗണ്ടറി ലൈനിൽ ക്രോസ് ചെയ്തിരിക്കുകയാണ് അഖിൽ. മത്സരം എങ്ങനെ വിലയിരുത്തുന്നു ദീപു താങ്കൾ? മത്സരം വിലയിരുത്തിയാണെങ്കിൽ 13 ഓവർ 75. അവിടെ എന്തോ ഒരു കൺഫ്യൂഷൻ എന്ന് വിചാരിക്കുന്നു. ഷിൻഷ എന്തൊക്കെ പറയുന്നുണ്ട്, അമ്പയർ ഷിൻഷ. അതൊരു ബൗണ്ടറി തന്നെയാണ്. അതൊരു ബൗണ്ടറി തന്നെയായിരുന്നു. നോ കൺഫ്യൂഷൻ. കഴിഞ്ഞ ഇതിനായിട്ട് 2 വാക്ക് പറയും. എങ്ങനെയുണ്ടായിരുന്നു മത്സരത്തെ പറ്റി? 2 വാക്ക് വിലയിരുത്തും. മത്സരം അതിമനോഹരമായിട്ട് നടക്കുകയാണ്. എങ്ങനെയുണ്ട് പിച്ചിനെ പറ്റിയൊക്കെ 2 വാക്ക് പറഞ്ഞു? പിച്ച് ഇപ്പം അല്പം മോശമാണ് ആക്ച്വലി, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കളിച്ചു പോകാം. അൺഈവൻ ബൗൺസുകൾ വരുന്നുണ്ട്. വളരെ നല്ലൊരു ബോളായിരുന്നു. ഷിൻഷ അത് വൈഡ് വിളിച്ചിരിക്കുന്നു. ഷിൻഷ വൈഡ് വിളിച്ചിരിക്കുന്നു. കീപ്പർ വൈഡല്ല എന്ന് അപ്പീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ മികച്ച അമ്പയറിലൂടെ ഷിൻഷ വൈഡിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊരു അപ്പർ കട്ട് ക്യാച്ച് ആവുമെന്ന് ശ്രമിക്കണം. കാറ്റ് പിടിച്ചിരിക്കുന്നു. ദാറ്റ്സ് എ വണ്ടർഫുൾ ക്യാച്ച് ബൈ നന്ദു. ദാറ്റ്സ് എ വണ്ടർഫുൾ ക്യാച്ച് ബൈ നന്ദു. വളരെ റണ്ണിങ് ബാക്ക്വേർഡായിട്ട് അടുത്തതായി VBCCയുടെ കപ്പിത്താനും ഓൾ ഇൻ ആളുമായ വിജീഷ് ബാബു കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ടീമിൻ്റെ എല്ലാ ഹോപ്പും വിജീഷ് ബാബുവിലേക്ക് ചുരുങ്ങുന്നു.
കമോൺ. വളരെ മനോഹരമായൊരു ക്യാച്ചായിരുന്നു അത്. റണ്ണിങ് ബാക്ക്വേർഡ് ഒരിക്കലും എളുപ്പമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വളരെ മനോഹരമായൊരു ക്യാച്ചായിരുന്നു അത്. ഓവർ കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു. 14 ഓവർ കംപ്ലീറ്റ് ആയപ്പോൾ VBCC 6 വിക്കറ്റ് നഷ്ടത്തിൽ 78 റൺസുമായി മുന്നേറുന്നു. ഷിനോയ് കണ്ടിന്യൂസ്. എനിക്ക് തോന്നുന്നു ഷിനോയുടെ ലാസ്റ്റ് ഓവറാണെന്ന്. തോന്നുന്നു. സ്ട്രൈക്കിൽ മനു. VBCC എന്തായാലും ഒരു 150 ടാർഗറ്റ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹിറ്റ് ചെയ്യുന്ന 2 ബാറ്റ്സ്മാൻമാർ തന്നെയാണ് ക്രീസിലുള്ളത്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. ഒരു ഷോർട്ട് ബോൾ. അവിടെ റൺഔട്ടിനുള്ള ഒരു ചാൻസ്. നോ. വിക്കറ്റിൻ്റെ നടുവിലെ കൺഫ്യൂഷൻ. മനുവും വിജീഷും ഒരു റൺഔട്ട് ഒഴിവാക്കുന്നു. ഒരു ബോൾ ഡോട്ട്. മനു ഓൺ സ്ട്രൈക്ക്. ദാറ്റ്സ് എ ലവ്ലി ബോളാണെന്ന് വിചാരിച്ചെങ്കിലും വൈഡിൽ കലാശിക്കുന്നു. ബട്ട് ഗുഡ് ഐഡിയ ഫ്രം ബോളർ. ഈ ബോളർ മിക്സ് ചെയ്തിട്ടാണ് എറിയുന്നത്. ചില ബോൾ സ്പീഡും ചില ബോൾ സ്ലോവും. ഷോർട്ട് ബോളുകൾ കാണുമ്പോൾ ഇവിടെ ഡഗ്ഔട്ടിലെ ബാറ്റ്സ്മാൻമാർക്ക് കോരിത്തിരിക്കുന്നുണ്ട്. എനിക്കില്ല, കാരണം എനിക്ക് ഷോർട്ട് ബോൾ കളിക്കാൻ ഞാൻ മെല്ലെ കളിക്കുള്ളൂ. അതൊരു മനോഹരമായ ബോളാണെന്ന് വിചാരിച്ചെങ്കിൽ സ്ലോവർ ആയിരുന്നു. പക്ഷേ അത് വൈഡിൽ കലാശിക്കുന്നു. ഗുഡ് ഐഡിയ ഫ്രം ബോളർ. ബാറ്റ്സ്മാൻ്റെ മൈൻഡ് യൂസ് ചെയ്ത് ബോൾ ചെയ്യുന്നു. ബോളിംഗ് എങ്ങനെയുണ്ടെന്ന് വിലയിരുത്താൻ നമുക്ക് ജിതിനിലേക്ക് 2 മിനിറ്റ് മൈക്ക് കൈമാറാം. ഒരു ഉഗ്രൻ 6 അടിച്ചിരിക്കുന്നു മനു. A great pull by Manu. 6 runs for BBCC. അത് അമ്പയറിൽ നിന്നും ഒരു നോ ബോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീ ഹിറ്റ്. ഇറ്റ്സ് എ ഡോട്ട് ബോൾ. ബോളറെ പറ്റി 2 വാക്ക് പറയൂ മിസ്റ്റർ ജി. ഷിനോയ് നല്ല വേരിയേഷനിൽ എറിയുന്ന ഒരു ബോളറാണ്. അതെ, അദ്ദേഹം ബാറ്റ്സ്മാൻ്റെ മൈൻഡ് സെറ്റ് യൂസ് ചെയ്ത് എറിയുന്നൊരു ബോളറായിരുന്നു. കാരണം മിക്സ് ചെയ്തിട്ട് എറിയുന്നത് കണ്ടോ. ആ ബോൾ സ്ലോ ആക്കി അദ്ദേഹം. ഇറ്റ്സ് അനദർ ഡോട്ട് ബോൾ. Last 3 balls. ഒരു ഗുഡ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫീൽഡിങ് ബൗണ്ടറി സൈഡിൽ നിന്നും. ഗുഡ് ഫീൽഡിങ്. സിംഗിൾ റണ്ണ് മാത്രമേ ബോളിംഗ് സൈഡിൽ തന്നിട്ടുള്ളൂ. ക്യാപ്റ്റൻ വിജീഷ് ഓൺ സ്ട്രൈക്ക്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബോളാണെന്ന് തോന്നുന്നു. അതെ ബ്രോ, ഫസ്റ്റ് ഡോട്ട്, അടുത്ത 2 ബോൾ വൈഡ്, അടുത്ത 2 വൈഡ് ഉണ്ട്. ഡോട്ട് ഉണ്ടോ? ലാസ്റ്റ് ബോളാണോ? അല്ല, 2 ബോൾ കൂടി. റെഡി
ആയിക്കോട്ടെ ചില മിസ്റ്റേക്ക് Last 2 balls. ഒരു pull shot from Vijish Babu. Only single runs taken. Last ball. ലാസ്റ്റ് ബോൾ സ്ട്രൈക്ക് ചെയ്യുന്നത് മനു. അതെ, അടുത്ത ഓവറായെന്ന് തോന്നുന്നു. ബോളർ നെയിം അജീഷ്, വളരെ നല്ലൊരു ബോളറാണ്. ഐ തിങ്ക് ദിസ് മാൻ ഈസ് ബോളിംഗ് വിത്ത് റോ പേസ്. നല്ല പേസ് ഉണ്ട്. ദിസ് മാൻ ഈസ് ബോളിംഗ് വിത്ത് റോ പേസ്. നല്ല പേസിൽ എറിയുന്ന ഒരു ബോളറാണ് അജീഷ്. ഷോർട്ട് ബോളുകളുടെ രോദനം ഇവിടെ കമൻട്രി ബോക്സിൽ തുടരുന്നു. എനിക്ക് തോന്നുന്നു അതൊരു ബൗണ്ടറി. വളരെ നല്ലൊരു ബോളായിരുന്നു അത്. അതെ, സിംഗിൾ എടുത്ത് മാറിയിരിക്കുന്നു. മനു ഓൺ സ്ട്രൈക്ക്. ലാസ്റ്റ് 5 ഓവർ. ഇനി മുതൽ അടി വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു. മനു ഓൺ സ്ട്രൈക്ക്. വലിയ അടികൾക്ക് പേരുകേട്ട് മനു ഓൺ സ്ട്രൈക്ക്. PBCC ഒരു 130+ എന്തായാലും ടാർഗറ്റ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഒരു 40 റണ്ണിന് വേണ്ടിയുള്ള കളി. വളരെ നല്ലൊരു ഷോട്ടായിരുന്നെങ്കിലും സിംഗിളിൽ കലാശിക്കുന്നു ആ ഷോട്ട്. വാവ് വളരെ സ്കോർ 91-6. അതാ വളരെ നല്ലൊരു യോർക്കർ. ആദ്യം ഇറ്റ്സ് എ ക്യാച്ച്. വണ്ടർഫുൾ, ലവ്ലി. ഒരു സിംഗിൾ എടുത്ത് മാറാൻ ശ്രമിച്ചെങ്കിലും അത് ക്യാച്ചിൽ അവസാനിക്കുന്നു. BBCCയുടെ ക്യാപ്റ്റന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അടുത്തതായി വലിയ അടികൾക്ക് പേര് കേട്ട ഷിൻഷാ. നെക്സ്റ്റ് ബാറ്റ്സ്മാൻ ഷിൻഷാ ഫോർ BBCC. Only 4 overs left for BBCC. ഒരു സേഫ് സ്കോർ എന്തായിരിക്കും എന്നാണ് ജിതിന്റെ പ്രതീക്ഷ? ഒരു 130+ എങ്കിലും BBC സ്കോർ വരേണ്ടതാണ്. ഫസ്റ്റ് ബോൾ തന്നെ വളരെ മനോഹരമായി ഗുഡ് ഫീൽഡിംഗ് ബൈ KCC നെയ്യാറ്റിൻകര. വളരെ നന്നായി അജീഷ് ബോൾ ചെയ്യുന്നുണ്ട്. Another dot ball. അതിമനോഹരമായി ബോൾ ചെയ്യുന്നുണ്ട് മിസ്റ്റർ അജീഷ്. എക്സലന്റ് ബോളിംഗ് ഫ്രം അജീഷ്. ഒരു വലിയ അടിക്ക് ശ്രമിച്ചെങ്കിലും ഡോട്ട് ബോൾ ആയി. 16 overs completed. 91 runs. അജിത്തേട്ടനെ വിളിക്കുന്നേ. അജിത്തേട്ടൻ 91. 9-1. അടുത്തതായി ഓവർ എറിയാൻ വരുന്നത് വിഷ്ണു. നെക്സ്റ്റ് ബോളർ വിഷ്ണു. ലാസ്റ്റ് 4 ഓവറുകളിലേക്ക് കളി ചുരുങ്ങിയിരിക്കുന്നു. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. എനിക്ക് തോന്നുന്നു BBCCക്ക് മികച്ച ബോളേഴ്സ് ഉണ്ടെന്ന്. മനു ഓൺ സ്ട്രൈക്ക്.